ഹായ് ഗായ്സ്, എല്ലാവർക്കും വിശ്വസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോഡിലെ, അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ ലാസ്റ്റ് ഫിഷിങ്, ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഒരു 2-3 ആഴ്ചയായി കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻട്രോ എടുക്കാനൊന്നും ക്യാമറ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ വേറൊരു ഫോണിലാണ് എടുക്കണത്. നമ്മുടെ ഫോണൊക്കെ പോയായിരുന്നു. അത് കാരണം ഇതിനകത്ത് എടുത്തിട്ട് ഇനി എഡിറ്റ് ചെയ്ത് കയറ്റണം ഇൻട്രോയൊക്കെ. അപ്പോൾ ഫോണ് പോയ കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കൽ നടന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ചേട്ടന്മാരെയൊക്കെ ശരിക്കും നമ്മൾ മിസ് ചെയ്യണുണ്ട് കേട്ടോ. അതിപ്പോൾ പറയാതിരിക്കാൻ പറ്റിയല്ല, ശരിക്കും മിസ് ചെയ്യണുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചെറിയൊരു ഫിഷിങ്ങിനൊക്കെ പോയി, അത് ആണ് നിങ്ങളിലേക്ക് കാണിക്കണത്. പിന്നെ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ മാക്സിമം വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഒരു ക്യാമറയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം പറഞ്ഞില്ലാകാക്കണില്ല, നിങ്ങൾ പോയി ആ ഒരു വീഡിയോ കണ്ടിട്ടോ. നമ്മൾ സ്ലിംഗ് ഷോട്ട് ഫിഷിങ് ആയിട്ടാ. കുറച്ച് സിലോപ്പിയും കുറച്ച് മുഷിയൊക്കെ കിട്ടണുണ്ട്. അപ്പം എല്ലാത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊക്കെ കമൻ്റായിട്ടിട്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വാ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. മോനെ ഫസ്റ്റ് തിലോപ്പിനെ അടിച്ച് ഓക്കെ കാണിച്ചേ. സൈസാ അടിപൊളി ഒരു സിലോപ്പിയ. നമ്മുടെ ഈറോഡത്തെ ലാസ്റ്റ് ഫിഷിങ്. അണ്ണന്മാരൊക്കെ ഉണ്ട്. ആദർശ് ബാംഗ്ലൂരിൽ നിന്ന് ചെറുക്കനും വന്നിട്ടുണ്ട്. ഡാറ്റ കയറിയേക്കണമൊക്കെ. ഡാറ്റന് തുഞ്ചൊക്കെ പോയി കേട്ടോ. അത് നമ്മളപ്പുറത്തൊരു കല്ലേലടിച്ച് തുഞ്ച് പോയതാണ്. അതിൽ നമുക്ക് അടുത്ത ഷൂട്ടിലേക്ക് പോവാം. നമ്മുടെ ഗ്യാങ് വഴിയിൽ നിൽപ്പുണ്ട്. കരിഞ്ഞ പാടാണ്. സൈസാടാ, മറ്റേ കടല് സൈസാണല്ലേ. നല്ല റെഡ് കാട് കാരണം കാണാൻ പറ്റുള്ളല്ലോ. സെക്കൻഡ് വൺ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഹെഡ് ഷോട്ടാ സാധനം. ഫസ്റ്റ് അടിയിൽ തന്നെ മയങ്ങിപ്പോയി കേട്ടോ. ഞാനോടത്ത് അടി കൊണ്ടില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ താഴെ ഇങ്ങനെ പാളിപ്പാളിങ്ങനെ നിൽക്കാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വൺ ഡാറ്റ് കണ്ണിക്കൂടെ തിരിച്ചു കയറി. കണ്ണ് വെളി വന്നു അതിൻ്റെ അക്രമം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിലെ ഫിഷിങ്. ഏതായാലും നമുക്ക് ഇവനെ എടുത്ത് കവറിൽ ഇട്ടിട്ട് അടുത്ത ഷൂട്ടിലോട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് സ്പോട്ട് മാറി നമ്മളെ മുഷി സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് മീൻ ഏതായാലും നമ്മൾ പിടിച്ചിട്ടേ പോകുള്ളൂ. എന്താ മനോഹര എന്താ കളിക്കാ. അവനെ തൂക്ക്, അവനെ തൂക്ക്. എടോ മോനെ, അവനെ തൂക്ക്. അതെ, ഇത്ര നേരം നമുക്ക് കുറച്ച് നിരാശയായിരുന്നെങ്കിലും അവസാനം ഇല്ലടാ. മറ്റേ ലോക്കിൻ്റെ അവിടെ വാങ്ങാൻ പൊക്കണോ പിടിക്കണോ? എടാ ഇല്ലല്ലേ, ഇവിടെ ഈ കലങ്ങി കിടക്കുന്നിട്ട് കാണാൻ പറ്റത്തില്ല. എന്താ ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങളൊരു മെഷീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്പിൻ്റെ തുഞ്ച് പോയി നാശമായി. നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനോ ഷാർപ്പ് ചെയ്തെടുക്കാൻ വേറെ വഴിയൊന്നുമില്ല.
അപ്പോൾ ആ പോയത് വെച്ച് തന്നെ അടിക്കും. പിന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ഉണ്ടായിരുന്നു, അത് അടിച്ചപ്പോൾ ലോക്ക് തുറക്കാണ്ട് അടിച്ച് അത് പൊട്ടി വെള്ളത്തിൽ പോയി. ഇപ്പോൾ ഒരു മുഷി ഇത്ര നേരം കൊണ്ട് അടിച്ചതിൻ്റെ പിന്നെ മടുത്ത് ഏതായാലും ഞാൻ സമയം കളയില്ല. അവിടെ ആൾക്കാർ വല അടിക്കണത് കാരണം മീൻ മേളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് ഒരു 3-4 എണ്ണമെങ്കിലും അടിച്ചെടുക്കണം. എന്നാ മൊത്തം ചോരയാക്കി കേട്ടാൽ അടിക്കാൻ ഷൂട്ട് കിട്ടും. എടാ പോവല്ലേ? പിടിച്ച് കയറണോ? സെക്കൻഡ്, രണ്ടാമത്തെ മെഷീൻ. അത്യാവശ്യം നല്ല സൈസുള്ള ഒരെണ്ണം. ഞാൻ പറഞ്ഞില്ലേ അടിക്കണതെല്ലാം ഹെഡ്ഷോട്ടാണ് കയറണത്. ആ ഡാട്ടിൻ്റെ ഒരു സീൻ കൊണ്ട് കിടക്കാതറ വെച്ചേ നിന്റെ കഥ കഴിഞ്ഞു. എങ്ങനെയുണ്ട് മനോഹര? ആദ്യം നമ്മളെ കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിലും ഭയങ്കര തുഞ്ചില്ലാത്ത കാരണം അത് പൊട്ടി കയറുന്നില്ല. വെള്ളത്തിൽ വെച്ച് കണ്ടപ്പോൾ ഇത്ര സൈസ് ഉണ്ടെന്ന് അറിയാൻ മേലായിരുന്നു. ചെറുതുപോലെ ഉണ്ടായിരുന്നില്ലേ? ഗൈസ് നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോവാം. ഓക്കെ ഓക്കെ. മൂന്നാമത്തവനെ അടിച്ചിട്ടുണ്ട് ഗൈസ്. വലിയ സൈസൊന്നുമില്ല, കുഴപ്പമില്ല. ചെറിയൊരു സൈസ്. സൈസ് നമുക്കൊരു വിഷയമല്ല. അതെ, നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് ആ കാരണം മടുപ്പ് തോന്നല്ലേ. ഇത് നമ്മുടെ ഈ റോഡിലെ ലാസ്റ്റ് ഫിഷിങ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാ ഹെഡ് ഷോട്ട് ആമയുടെ തോട് പോലെ ഇതിൻ്റെ തലക്ക് ഒടുക്കത്തെ കട്ടിയായിട്ടോ പണ്ടാറിറങ്ങാനായിട്ട്. രാത്രി തുഞ്ചു പോയി ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, കാണിച്ചില്ല. ഇത് കണ്ട ഈ തുഞ്ചുള്ള ഡാറ്റ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ മീനിനെ മൊത്തം അടിച്ച് കയറ്റണത്. എന്തൊരവസ്ഥയെന്ന് ആലോചിക്കണം. അവരെ അടുത്ത മീനിനെ കണ്ടുവച്ചോ. ഓക്കെ, പട്ടക്ക ഒരു സിലോപ്പിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് നമ്മുടെ രാശി തുടങ്ങാൻ കുറച്ച് സമയം വേണമായിരുന്നു തോന്നുന്നു. മഞ്ഞ കളറല്ലേ? അതെ. ഇതെന്താണ് ഈ മറ്റേ എന്താണ്? ചെമ്പല്ലി പോട്ടെ. അയ്യോ, കുറുവായിട്ട് ക്രോസ് ആയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കളർ നോക്കിയേ, ഡാറ്റ കയറി നോക്കി സൈഡ് വഴി കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. അയ്യോ, ചത്ത് കിടക്കുവാണോ? അവനിപ്പോൾ ഓടുകയും ചെയ്യും. ഓടിയില്ല, ചത്ത് കിടക്കുവാണോടാ? പെട്ടെന്ന് അവന്മാർ വന്ന് അനക്കുന്നതിന് മുമ്പ്. ആ ഓക്കെ. ആ ഞൊളയ്ക്കുന്ന കണ്ടോ കിടന്ന്? അടുത്തവനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാനം കണ്ട് അടങ്ങുള്ളെന്നും പറഞ്ഞിട്ട് പൈലി ആശാൻ അടിക്കുന്നു. കോപ്പ നമ്പർ 6. ഞാനങ്ങ് വിളിക്കാം. കട്ട് ചെയ്തോ. ഗൈസ്, അടുത്തൊരു കിഡിലെ സിലോപ്പിൻ്റെ ഇതിൽ ലോങ്ങിൽ നിന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. കിടുക്ക് സിലോപ്പി.
விஜய்னா சும்மாவா? ஆமா. വീണ്ടും ഒരു ഇടുക്കൻ സിലോട്ട്. എന്താ മോനെ, തലക്കാത്തായിട്ട് തന്നെ അടിച്ചു കയറി ഡെഡായി കേട്ടോ സാധനം. കണ്ണൊക്കെ വെളി വരും. ഇതേന്റെ എന്താണ് മൂത്ര പോയിക്കണം അതേടാ. എന്താടാ ഈ അമ്പ് ഊരണതാ ഈ ടാസ്ക്. എന്തി അമ്പ് വായിടകത്താ. ഇതിലെ വഴി പോയി കുത്തി ഇറക്കും. കളിക്കണമാരെല്ലാം കയറി ബ്രൈഡ് ഇട്ട് ചുറ്റുന്നുണ്ട് കേട്ടോ. പോവാൻ കഴിയാലെന്ന് തോന്നുന്നു. അപ്പൊ നട്ടുച്ച വെയിലാവാഞ്ഞിട്ടായിരുന്നു കുഴപ്പം. അമ്പിന് തുഞ്ചില്ലാഞ്ഞിട്ടൊന്നുമില്ല. അതെ, നട്ടുച്ച വെയിലായപ്പോ മീൻ കയറണം. എന്ത് ചുറ്റി വെച്ചേക്കുന്നുണ്ടോടാ? അത് ഒരു ചുറ്റം കാണാമാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ചെയ്യാണ് ചുറ്റിന്റെ ബ്രൈഡ് വലി ഞാൻ പാടുന്നുണ്ട്. അടിച്ചത് ഏതെങ്കിലും ഹെഡ് ഷോട്ട് അല്ലാണ്ട് വന്നിട്ടുണ്ടോ? എല്ലാം ഹെഡ് ഷോട്ട്. എല്ലാം ഹെഡ് ഷോട്ട്. അതിന് പറയാനുണ്ട്, നമ്മള് സൂപ്പറല്ലേ. നമ്മൾ ഓരോന്നിനും അടിച്ചിങ്ങനെ വഴിയിൽ ഊരിയിടും. എന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും ഇങ്ങനെ കടലിട്ട് കയറി പോവാ. എനിക്ക് സംശയം തട്ടിയിട്ടോ, ഇങ്ങനെ തട്ടിയിട്ടോ, കാലിലിങ്ങനെ തട്ടിയിട്ടോ. എന്താ കവറാണോ? പിന്നെ കവറാ? ആ കവർന്ന് എടുക്കട്ടെ. എന്തേ എനിക്ക് ഗൈസ് അങ്ങനെ നമ്മുടെ അടുത്ത മുഷി കയറിയിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടു ചുറ്റിയ കിടന്നു. ഇല്ല, ചുറ്റിട്ടുണ്ട്. എങ്ങനെയാണ് നൂല് ഇങ്ങനെ കയറി വന്നത്? അത് ഞാൻ ചോദിച്ചേ. ആദ്യമായിട്ടാകട്ടെ നൂല് ഇങ്ങനെ കയറിയിരിക്കണം കാണുന്നത്. അതിപ്പോ ലാഭമില്ലേ? എന്താ എവിടെ മൊഴിയാടാ കയറിയേക്കുന്നത്? നീ എന്തി ഗൈസ്? അപ്പോൾ അതെ നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഇത് നമ്മുടെ ഈറോഡിലെ ലാസ്റ്റ് ഫിഷിംഗ് ആണ്. ലാസ്റ്റ് ഫിഷിംഗ് എൻ്റെ ട്രെയിനിങ് ഇവിടെ കഴിയുവാണ്, ഈ ആഴ്ച കൂടെ ഉള്ളു. അപ്പം അത് കാരണം ഞങ്ങൾ ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താൻ ഒരു പ്ലാൻ. അതിനുവേണ്ടിയാണ് ഇന്ന് ഫിഷിങ്ങിന് പോയത്. പിന്നെ നമ്മുടെ ആദർശൊക്കെ വന്നിട്ടുണ്ട്. ആകാശിനൊന്നും വരാൻ പറ്റിയില്ല, അവർ ഈ ആഴ്ച തന്നെ വരുന്നുണ്ട് ഒരു ദിവസം. പിന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈകിട്ട് മീനൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് ചെറിയൊരു പാർട്ടി നടത്താനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് എന്തോരം മീൻ കിട്ടിയെന്ന് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇച്ചിരി അകത്ത് മൊത്തം കൂടെ കാണിച്ചേ, എല്ലാത്തിനെയും കൂടെ കണ്ടുണ്ടോ ഗൈസ്? കണ്ട 6 മുഷിയും 4 നല്ല കിട്ടുക്കൻ സിലോപ്പിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ രാവിലെ കിട്ടിയതാണ്. ഇതാ കേട്ടോ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സിലോപ്പി കണ്ടത്. എൻ്റെ കൈ വെച്ചിട്ട് കൈനേലും വലുത് കിട്ടില്ല. അങ്ങനെ കണ്ണൊക്കെ നോക്കി. എന്നാ പറയാ, ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ റോഡിലെ. ഇനിയിപ്പോൾ നമ്മൾ ഫിഷിംഗ് ഒക്കെ നാട്ടിൽ തന്നെ ആയിരിക്കും. നാട്ടിൽ ചെന്നിട്ട് ഒരു ക്യാമറയൊക്കെ സെറ്റാക്കിയിട്ട് നല്ല കിടിലും വീഡിയോസ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇത്ര നാളുണ്ടാക്കുന്നതിലും കൂടുതലായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ ഗായ്സ്.